പക്ഷേ ഇറാൻ വീണ്ടും കലുഷിതമാവുന്ന ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. അതായത് കരീബിയൻ കടലിൽ ഒരു കപ്പൽ നങ്കൂരം അടിച്ചിരുന്നു, USS ജെറാർഡ് ഫോർഡ്. അതിന് 2 കാരിയറുണ്ട്, അതിന് നിറയെ വിമാനങ്ങളും ഉണ്ട്. അതിപ്പോൾ കരീബിയൻ കടലിൽ വിട്ടിട്ട് മധ്യധാരണ്യാഴിയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ തീരത്ത് വന്ന് തമ്പടിച്ചിട്ട് അവർക്കൊരു പണി കൊടുക്കാനാണ്. അതായത് ഞങ്ങൾ വെനിസുലയെ കാണിച്ചാൽ ഇവിടെയും കാണിക്കും. ഇവിടെ പിന്നെ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോകാനില്ല, അദ്ദേഹം അവിവാഹിതനാണ്. അയത്തുള്ള ഖമേനി, അദ്ദേഹം അവിവാഹിതനൊന്നുമല്ല, എത്ര മക്കളുണ്ട്. അപ്പോൾ ഇനി അതായത് അവരെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ ഈ കപ്പൽ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. 3 ആണും 2 പെണ്ണുമുള്ളത്. അത് ശരി. അപ്പോൾ ഈ പരസ്യമായിട്ട് ഇതൊന്നും കാണിക്കാറില്ല. അവർ സ്ത്രീകൾ പൊതുരംഗത്ത് മുന്നിൽ വരാൻ, ക്യാമറയ്ക്ക് മുമ്പിൽ വരരുതെന്നാണല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ വിചാരിച്ച് ദൈവത്തിൻ്റെ ആളാകുമ്പോൾ വിവാഹമൊക്കെ ഉപേക്ഷിച്ച് പുരോഹിതനായിട്ട് കഴിയുന്ന ആളായിരിക്കും. ശരി, അപ്പോൾ ആയിക്കോട്ടെ. അത് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വരവാണോ ഈ വരവ്? USS ജെറാർഡ് ഫോർഡ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ്, കരിയറുമാണ്. അത്തരം ഒരു സംഭവമാണ് വരുന്നത്. കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ ലോകവും ഒക്കെ ഒരു യുദ്ധത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം നടക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എബ്രഹാം ലിങ്കൺ അതിനോടനുബന്ധിച്ചുള്ള കപ്പലുകൾ ഉണ്ട്. അത് ഏതാണ്ട് ഇറാനോട് അടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ കപ്പൽ ഷാഹിദ് ബഹേരി ഡ്രോൺ കപ്പൽ, അതും എബ്രഹാം ലിങ്കനും ഏതാണ്ട് മുഖാമുഖം, അതായത് ഈ ഹോർമൂസ് കടലിടുക്കുണ്ടല്ലോ, ഹോർമൂസ് കടലിടുക്കും, അവിടെ ഈ ഇറാന്റെ കപ്പലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ സൈനിക അഭ്യാസവും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം വേറെ ഒരു കാര്യം സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതാണ്ട് കാര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അമേരിക്ക യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഒരു രാജ്യം അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ വിമാനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മിസൈൽ സംവിധാനങ്ങൾ എല്ലാം വേണ്ട വിധത്തിൽ ഒരുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതേ രീതിയിൽ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്ത, ഈ ട്രംപിൻ്റെ കാര്യമായതുകൊണ്ട് ഇറാനെ തൊട്ടാ തട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. നെതന്യാഹുവും ഈ പറയുന്ന നമ്മളുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു, രഹസ്യ കൂടിക്കാഴ്ച. ഇതിനകത്ത് വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെതന്യാഹു ഒരു അഭിപ്രായവും കുറേ നാളുകളായിട്ട് പറയുന്നില്ല, മനസ്സിലാവുന്നില്ലേ? അതായത് മൗനം ഭജിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കകത്ത് ഒരുപക്ഷെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടോ അല്ലെങ്കിൽ ആയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ ആക്രമിച്ചാൽ ഏതൊക്കെ രീതിയിലൊക്കെയുള്ള തിരിച്ചടികളുണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചടി ഏറ്റവും ആദ്യം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് കൂടാതെ ഒരുപക്ഷെ ഇസ്രായേലിലേക്കായിരിക്കും. ഇസ്രായേലാണല്ലോ. ഇസ്രായേലും ഈ പറയുന്ന അവിടുത്തെ പറഞ്ഞ ഖമേനി ഉണ്ടല്ലോ, ഖമേനി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് വന്നതിന് ശേഷം, ഒരുപക്ഷെ അവിടുത്തെ അട്ടിമറിക്ക് ശേഷം ഈ ഖമേനിയുടെ പൂർവികരും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിന് ശേഷം വന്ന ഈ മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗവൺമെൻറ്, ജനാധിപത്യം നമ്മളീ പറയുന്നത് പോലെ കാണിക്കാൻ വേണ്ടി മാത്രം മതാധിഷ്ഠിത രാജ്യവും ആ സംവിധാനത്തിൽ കൂടിയാണല്ലോ പോകുന്നത്. അതിന് ശേഷമാണല്ലോ സാത്താനും അതിൻ്റെ കുഞ്ഞും എന്നുള്ള രീതിയിൽ അമേരിക്കയും ഒരുപക്ഷെ നെതന്യാഹുവിനെയും ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അന്നു തൊട്ട് ഈ പറയുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് ആദ്യം നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറുന്നത്. അതായത് ഇറാനെതിരെ എന്തെല്ലാം നീക്കങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ആ രാജ്യത്ത് പോലും ജനങ്ങൾക്ക് പോലും ഇല്ലാതെ പ്രോക്സികൾക്കും മറ്റൊക്കെ ചിലവാക്കി മിസൈലുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇറാനാണ്. അത് ഖമേനിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പം ഈ ഖമേനി എന്ന് പറയുന്ന ആളിനെയും ആ ഭരണകൂടെയും അല്ലെങ്കിൽ ആ ഒരു റെസ്യൂം ചേഞ്ചിന് വേണ്ടി ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്. അതിൻ്റെ കൂടെ അമേരിക്കയുണ്ട്. അമേരിക്കയെ ഏത് രീതിയിൽ എത്ര നാളുകൊണ്ട് ഈ പറയുന്ന തിട്ടൂരങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ബാനുകളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടും അമേരിക്ക ഓച്ചു കൊടുക്കുന്ന രീതിയില്ല. ഇപ്പോഴും വെല്ലുവിളിച്ച് നിൽക്കുകയാണല്ലോ. ഒതുങ്ങിക്കൊടുക്കുന്ന രീതിയില്ല. അല്ലെങ്കിൽ ആണവ കരാറിനകത്ത് ഒപ്പിടാൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിന് പരിധി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയുടെ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ഈ രീതിയിലുള്ളൊക്കെ ചർച്ച വേണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടിക്കും തീർക്കും അമേരിക്കയെ പോലുള്ളൊരു രാജ്യവും അതിൻ്റെ കൂടെ ഇസ്രായേലും നിൽക്കുമ്പോൾ എന്നാലൊന്ന് അടിച്ച
അടിച്ചു നോക്കുക, അടിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ സ്പഷ്ടമായിട്ട് നിൽക്കുകയാണ്. ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ്റെ പ്രതിരോധ മന്ത്രിയും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ അണവായുധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. പിന്നെ ഞങ്ങളുടെ പരമാധികാരത്തെ കയറി അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന രീതി, ബാലിസ്റ്റിക് മിസൈൽ പരിധിയിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് ഉണ്ടാക്കേണ്ട ആ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനകത്ത് അമേരിക്കയുടെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമല്ല, നമ്മളായാലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇപ്പം ഇതിനകത്ത് യുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ മണ്ണിട്ട് മൂടുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്, അതുപോലെ തുരങ്കങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അടിച്ചാൽ, ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അടിച്ചാൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കിട്ടുമെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ പറയുന്നത് പോലെ ഖത്തറിലെ, ജോർദാനിലെ, സൗദി അല്ലെങ്കിൽ എല്ലാവരും ആ രാജ്യങ്ങൾക്കകത്ത് ഉള്ള ഒരുക്കവും അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ അത്തരത്തിൽ അവിടേക്ക് വരുന്ന ആക്രമണത്തെയും തടയുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാം സജീവമാക്കിയിരിക്കുന്നു എന്ന് പറയും. ഇപ്പം ഇതിനകത്ത് ട്രംപിനറിയാം അപകടം പറ്റുമെന്ന്, പക്ഷേ അടിക്കണം എന്നൊന്ന് തീരുമാനിച്ചാൽ അടിച്ച് അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് അവസരം നോക്കിയിരിക്കുകയാണ് ഈ പറയുന്ന നെതന്യാഹുവും അല്ലെങ്കിൽ ഇസ്രായേൽ. കാരണം ഇസ്രായേലിന് എന്നും ഒരു ത്രെട്ടാണ്. കാരണം ഇതിനെ ഈ ഖമേനിയെയും അല്ലെങ്കിൽ അവിടുത്തെ ആ സംവിധാനത്തെയും പൊളിച്ചെഴുതാതെ സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ. നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്ക കൂട്ട് വലിപ്പമോ ഇന്ത്യയുടെ കൂട്ട് വലിപ്പമില്ല. പാകിസ്ഥാൻ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു അണുവായുധം ഇടുമെന്ന് പറഞ്ഞാൽ നമുക്ക് 140 കോടി ജനമുണ്ട്, ഇടാൻ അവൻ്റെ കാലത്ത് പറ്റത്തില്ല. ഇനി ഇടുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ 30-40 കോടി ജനമങ്ങ് മരിച്ചാലും 100 കോടി കിടക്കുക. ഇതാകപ്പാടെ 1 കോടിക്കകത്തുള്ള രാജ്യത്തിലെ ജനസംഖ്യക്കകത്ത് എനിക്കൊന്ന് 70,000 പേരേ ഉള്ളൂ ജൂതന്മാർ, ബാക്കി മുസ്ലിങ്ങളല്ലേ. അതെ ഇവിടെ. അപ്പോൾ ആ രാജ്യം ഒരു കൃത്യമായ നല്ലൊരു ബോംബ് വീണാൽ തീരുന്നത് പോലെയുള്ള ഒരു രാജ്യമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇറാൻ തിരിച്ചടിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഇത്രയും പ്രതിരോധ സംവിധാനവും അയൺഡോം സംവിധാനവും അല്ലെങ്കിൽ ആരോ സംവിധാനവും ഒക്കെ ഉള്ളപ്പം, ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോഴും അവരെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചപ്പോഴും 100 വിടുമ്പോൾ 10 വീഴുക. 300 മിസൈൽ അല്ല പോട്ടെ, 30 വീണാൽ മതിയോ? മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം അവിടെ അവരുടെ തിരിച്ചടിയിൽ അത്യാവശ്യം ചില മേഖലകളിലൊക്കെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആരൊക്കെ? ഇസ്രായേലിന്. നേരത്തെ ഇതെല്ലാം തട്ടുകളെ. ഇപ്പം ഇസ്രായേൽ നേരത്തെ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞതിനകത്ത് ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷെ ഇത് തയ്യാറെടുപ്പുകളും വിലയിരുത്തലുകളും കൂടിയ വലിയ വലിപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയാണോ യുദ്ധം ഇപ്പം ചെയ്യും വിരട്ടിക്കൊണ്ടിരിക്കുന്നത്, അതോ ഈ വരട്ടിയിട്ട് അവിടെ കിടന്നിട്ട് തിരിച്ചു പോകത്തേ ഉള്ളൂ എന്നുള്ള എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ മാസം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ അസിസ്റ്റൻറ്റ് ഈ ഇറാൻ സന്ദർശിച്ചിരുന്നു. രഹസ്യമായിട്ട്, വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല ഒരു സന്ദർശനം. അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരിക്കും? ഇന്ത്യയുടെ ഒരു നിലപാട് എന്തായിരിക്കും? അല്ല, ഇന്ത്യയുടെ നിലപാട് പറഞ്ഞല്ലോ. ഇന്ത്യ എല്ലാ കാര്യത്തിനകത്തും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാറില്ല. നമ്മൾ സമാധാനം എന്നേ പറയത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ അമേരിക്കയുടെ നിലപാടിനോട് ഇന്ത്യക്ക് യോജിപ്പില്ല. നമ്മൾ ഈ ഇസ്രായേൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടതാണെന്ന് പറയുമ്പോഴും നമ്മുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും വേണ്ട സഹായം അവർക്കൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇറാനെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇന്ത്യ ഇത് പറയാതെ പറഞ്ഞല്ലോ. അതിനകത്ത് കാരണം എന്താണെന്നറിയാം, ഈ ഹോർമൂസ് കടലൊടുക്ക് ഇവൻ്റെ കയ്യിലായാൽ, ഇസ്രായേലിൻ്റെ കയ്യിൽ, അമേരിക്കയുടെ കയ്യിലായാൽ ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ വ്യത്യാസം വരുന്നു. നമ്മുടെ ചാബഹാർ മാത്രമല്ല, ഈ ചരക്ക് നിയന്ത്രണം ഇവരുടെ കയ്യിലായാൽ നമ്മുടെ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഗ്യാസ് മറ്റു സംവിധാനങ്ങളെല്ലാം ഇവിടെയും. അതുകൊണ്ട് റഷ്യക്ക് അതിന് താല്പര്യമില്ല, ചൈനയ്ക്ക് താല്പര്യമില്ല, ഇന്ത്യക്ക് താല്പര്യമില്ല. കാരണം ഈ അമേരിക്ക മറ്റ് രാജ്യങ്ങളെ പോലെ അല്ലല്ലോ. ഇവന് വേറെ അവൻ്റെ ഒരു കാര്യമേ ഉള്ളൂ, ലോകത്ത് വേറെ ആരുടെയും താല്പര്യങ്ങളില്ല. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സായിപ്പിന്റെ മനോഭാവം, ആരോടും താല്പര്യവും കരുണയും കാര്യങ്ങളും ഒന്നുമില്ല. അവന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ മേളിൽ കയറിയിട്ട് ഏണി തട്ടിക്കളയുന്ന സ്വഭാവം. ചന്തയിലെ ഗുണ്ടപ്പിരിവാരം എടുക്കണം വേണ്ട. ഉദാഹരണം തിരുവല്ലയിലെ അവിടെ കയറിയ കൊട്ടേഷൻ സംഘത്തിന്റെ ആള്, ആ കാപ്പ പ്രതിയുണ്ട്, അവിടെ കയറിയ പൈസ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ പരിപാടി, ആ പരിപാടി എപ്പോൾ അതെ അമേരിക്കയുടെ ആ പരിപാടിയുണ്ട്. അപ്പോൾ അമേരിക്കയെ അങ്ങനെ വിട്ടുകൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഹോർമൂസ് കടലുടുക്കിൽ അല്ലെങ്കിൽ ഇവരുടെ നിയന്ത്രണം, ആ നിയന്ത്രണത്തിന് വേണ്ടിയാണ് ഈ ശ്രമിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പം അത് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇറാൻ തയ്യാറല്ല. മാത്രമല്ല, ഇറാൻ ഇതിനകത്ത് തോക്കോ ജയിക്കോ എന്നുള്ളത് ഇളവ് ചെയ്ത് കൊടുത്താലും തോക്കും, ഇല്ലെങ്കിലും തോക്കും. പിന്നെ ഖമേനിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഖമേനിയെ കാണാനില്ല കേട്ടോ. ഖമേനിയെ കാണാനില്ലെന്ന് പറഞ്ഞാൽ ഖമേനി ഇപ്പോൾ ചോദിച്ചല്ലോ, ഖമേനിയുടെ കുടുംബവും കാര്യങ്ങളും ഒക്കെ അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഖമേനി കുടുംബമൊക്കെ രഹസ്യമായിട്ടുള്ളതാണ്. മക്കളുടെ കാര്യം, പെൺമക്കളെ ഒന്നും ഈ ചിത്രത്തിൽ പോലും കാണിക്കാറില്ല അവർ. കാരണം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല.
കുടുംബത്തെ വളരെ ഗോപ്യമായിട്ട്, അത് ഇപ്പോഴല്ലേ എപ്പോഴും രഹസ്യമായിട്ട് താമസിപ്പിക്കുന്നതിനും ഗോപ്യമായിട്ട് താമസിപ്പിക്കുന്നതിനും അതിനകത്ത് പേടിച്ചിട്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ വളരെ കൃത്യമായിട്ട് ഖമേനി ഒളിവിൽ തന്നെയാണ്. അദ്ദേഹത്തെ ഒരു രീതിയിലും ബന്ധപ്പെടാനോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോണോ മറ്റ് ഫോണുകളോ മറിച്ചോ ഒന്നും ഉപയോഗിക്കുന്നത്. കാരണം ഇയാൾ എവിടെയാണെന്ന് അറിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ, ഇസ്രായേൽ അതിനകത്തിറങ്ങി നിന്നാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത്രയ്ക്ക് രഹസ്യാന്വേഷണം അല്ലെങ്കിൽ മൊസാദ് പോലുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ട് 12ഓളം അത്രയ്ക്ക് രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇവരുടെ കെയർ ഓഫിൽ, അമേരിക്കയുടെ ഇവരുടെ കെയർ ഓഫിൽ ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ഇവൻ്റെ അടുത്ത് കാവൽ നിൽക്കുന്നതും പോലും മൊസാദാണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെയാണ് ഇരിക്കുന്നത്, അത്രയ്ക്ക് രഹസ്യ സ്വഭാവമുള്ള ബങ്കറിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള വാർത്തകൾ തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ. അതാണ്ട് വിളക്കും നേരത്തെ വിളക്ക് പോലും കത്തിച്ച് പ്രകാശം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ എവിടെ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്ന തരംഗങ്ങൾ പോലും ചെല്ലാത്ത രീതിയിലുള്ള സുരക്ഷിതമായ ബങ്കറിൽ ആണെന്ന് വിചാരിച്ച് ഖമേനി പോയിരിക്കുകയാണ്. സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇസ്രായേലിന്റെ മിസൈൽ അങ്ങോട്ട് അവരുടെ സംവിധാനം. ഇവിടെ പക്ഷെ വേറൊരു വലിയൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയർ, അതായത് ഉത്തര അർദ്ധഗോളത്തിൽ, പടിഞ്ഞാറൻ അർദ്ധഗോളത്തിൽ മാത്രമേ ഞങ്ങളിനി കാര്യങ്ങളിൽ ഇടപെടൂ, മറ്റു കാര്യങ്ങൾ അവർ നോക്കിക്കോ എന്നുള്ളൊരു നയമായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നമുക്കും കൂടെ ഇന്ത്യയുടെ സമാധാനവും കൂടെ പോവുകയാണ്. താരിഫ് കാര്യത്തിൽ നമുക്കൊരു ശകലം സമാധാനം കിട്ടിയപ്പോൾ ഇന്ത്യയുടെയും സമാധാനം പോയി. കാര്യം എന്തെന്നറിയോ, ഇവിടെ ഇറാൻ എന്ന് പറഞ്ഞ ഒരു ബോധശൂന്യമായ രാജ്യമാണ്. അവരിത് എങ്ങോട്ടൊക്കെയാണ് മിസൈൽ അയക്കുന്നത് അവർക്ക് തന്നെ ലക്ഷ്യമില്ല. അബുദാബിയിലയച്ചാലും ദുബായിലയച്ചാലും അതുപോലെ തന്നെ ഖത്തറിലയച്ചാലും എവിടെ ബഹ്റൈനിലയച്ചാലും എല്ലാം അവിടെ ഇന്ത്യക്കാർക്ക് സ്റ്റേക്കുള്ളതാണ്. ധാരാളം ഇന്ത്യക്കാരുള്ള സ്ഥലമാണ്. അത് മാത്രമല്ല ലക്ഷ്യം തെറ്റി പോകാൻ സാധ്യതയുണ്ട്. ഇസ്രായേലിനെ പോലെ പ്രിസൈസ് അല്ലല്ല, അത് യുവമാര് പറക്കിടാൻ തക്കോടം ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് ഇരിപ്പുണ്ട്. മനസ്സിലല്ലേ, ഇത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട് പലതും. നേരത്തെ ഈ സാധനം ഈ കാലഹരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അത്ര പ്രഗത്ഭരൊന്നും അല്ല. നേരത്തെ ഇതുപോലെ ഈ മിസൈൽ ബാക്ക് ഫയർ ചെയ്ത് ഒത്തിരി ഉദ്യോഗസ്ഥന്മാർ കാരണം ഇത് മുമ്പോട്ട് പോകുന്നതിന് പോലും പുറകോട്ട് പോകും. എന്നുവെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടിരിക്കണം കൃത്യമായിട്ട്. അതിന് ചെലവ് കൂടുതലാണ്, അതിന് വേണ്ട ഉദ്യോഗസ്ഥന്മാർ വേണം. അതുപോലെ ഇതിന് ഇത്ര കാലം കഴിയുമ്പോൾ ഇത് മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നോളജി കൃത്യമായിട്ട് പറയാൻ നമുക്കറിയത്തില്ല. ഏതായാലും ബാക്ക് ഫയറിംഗ് ഉണ്ടായിട്ട് അന്ന് ഈ മിസൈൽ വിടുന്നതിനകത്ത് ഈ ഇറാനുമായിട്ട് ഈ നെതന്യാഹുവായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിനകത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാര്യമുണ്ട്. മതരാഷ്ട്രമായതുകൊണ്ട് ഇവർ വിടുന്നു അല്ലാഹു അക്ബർ എന്ന് തക്ബീർ വിളിച്ചുകൊണ്ടായിരിക്കും ഇത് വിടുന്നത്. തക്ബീർ അല്ല അതിന് വേണ്ടത്, കൃത്യമായ ടെക്നോളജി, ബുദ്ധി, അല്ലെങ്കിൽ അതിനുള്ള ശാസ്ത്രജ്ഞരൊക്കെ ഉണ്ടാവും. ഇസ്രായേലിനെ ഉള്ളൂ. യുമാർക്കുള്ളതിനെ എല്ലാവരും വെച്ച് കാഴ്ചയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇദ്ദേഹം പറഞ്ഞതുപോലെ അവർ പറക്കിയിടാൻ പറ്റത്തോളം അവരുടെ ആയുധങ്ങളുണ്ട്, ആയുധ ശേഖരമുണ്ട്. ഈ കിട്ടുന്ന പൈസ മൊത്തം ആയുധം ഉണ്ടാക്കുന്നതിനും പ്രോക്സികളെ വളർത്തുന്നതിനും വേണ്ടിയാണ് ഉപയോഗിച്ചത്. അപ്പം എവിടോട്ടൊക്കെ ഇത് വിടുമെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം, മാത്രമല്ല ഈ യുദ്ധമുണ്ടായാൽ അതിൽ ലോകത്ത് എണ്ണവില വർദ്ധിക്കും. കാരണം ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കും മറ്റു കാര്യങ്ങളും അല്ലതുപോലെ ഹൂത്തികൾ ഇറങ്ങിയിട്ട് ഈ പനാമ കനാലിലുള്ള ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇവരുടെ പ്രോക്സികളുണ്ടല്ലോ. അപ്പോൾ യുദ്ധം വ്യാപിക്കും. യുദ്ധം തുടങ്ങിയാൽ അത് നിസ്സാരമായിട്ട് തീരുന്ന ഒരവസ്ഥയില്ല. ലോകത്ത് യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾക്കും ഏർപ്പെടാത്ത രാജ്യങ്ങൾക്കും എല്ലാം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും ലോകകരണത്തിനകത്തൊക്കെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. കൂടുതൽ വഷളാക്കുന്ന പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, സൽമാൻ റഷ്ദി അമേരിക്കയിലിട്ട് ആക്രമിച്ചു. ഇറാൻ്റെ ഫത്വ അനുസരിച്ച് ഒരാൾ അമേരിക്കൻ പട്ടാളത്തിന് വല്ലതും താഴാൻ പറ്റിയോ? ഫെഡറൽ അതാണല്ലോ ആ സുരക്ഷയെ തകർത്തുകൊണ്ട് അവിടെ കുത്തി ഇപ്പോൾ വയ്യാതെ കിടക്കുകയാണ് പുള്ളി, കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ധാരാളം ഉണ്ടാക്കാനേ ഇത് സഹായിക്കും. അതിനകത്ത് അവർക്ക് ഇറാനെ പേടിക്കേണ്ട ഒരു അവസ്ഥ അതാ. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അതോടെ പറയാം. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ അവിടെ നിന്ന് ആഹ്വാനം ചെയ്താൽ ലോകത്ത് എവിടെയും പൊട്ടിത്തെറി ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് പ്രോക്സികളുള്ളതും ആ സംവിധാനമുള്ളതും എല്ലാവരും ഭയക്കുന്നത്. കൈകാര്യം ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഈ ഫത്തോ കൊടുത്താൽ മതി. ഫത്തോ കൊടുത്താൽ ഇവിടെ ഹ്യൂമാനിറ്റി ഭാഗമായിട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നവൻ ഓക്കെ അവനോട് ഇരുന്ന് പൊട്ടിത്തെറിക്കും. ആദ്യ രീതിയിലേക്കുള്ള നെറ്റ്വർക്ക് എല്ലാ രാജ്യത്തും ലോകത്ത് എവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് ഇറാനെ പേടിക്കേണ്ടതായിട്ടുള്ളത്. അതില്ലേ നേരത്തെ നമ്മുടെ ഫത്തോ കണ്ടില്ലേ, ദൈവഹിതമാണ് ഇനി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെയും തീർക്കണം എന്നുള്ള ഒരു ഫത്വ പുറപ്പെടുവിച്ച് ഓർമ്മയുണ്ട്. അതിനുശേഷം പലയിടത്തും പ്രകടനം നടന്നു പൊട്ടിത്തെറികൾ ഉണ്ടായതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇറാൻ അത് സാധിക്കുന്ന ഒരു രാജ്യമാണ്, ഭയക്കേണ്ട രാജ്യമാണ്. തീർച്ചയായും ഡയറക്റ്റ് ഉള്ള യുദ്ധമല്ല, നമ്മുടെ അകത്ത് പല രാജ്യത്തിനും അകത്ത് പൊട്ടിത്തെറിക്കാൻ അവർക്ക് കഴിയും. ഡയറക്റ്റ് യുദ്ധത്തെക്കാൾ നമ്മൾ ഭയക്കേണ്ടത് ഈ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പ്രോക്സി വാർണയാണ്. അത് വലിയൊരു പ്രശ്നമാണ്. തന്നെയല്ല ഇപ്പോൾ
ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കണ്ടൊരു തീരുമാനം. ഇല്ല, അയാൾക്കൊരു താല്പര്യമൊന്നുമില്ല, സ്വന്തം താല്പര്യം എന്നുള്ളതേ ഉള്ളൂ. അയാൾ എന്തൊക്കെയാണ് അന്തിക്രിസ്തുവിൻ്റെ ഒരു ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. അത് മിക്കവാറും സംഭവിക്കും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.